ഇപ്പം തന്നെ അല്ലേ കേസ് അവിടെ അറസ്റ്റ് ആയപ്പോൾ തന്നെ വിലങ്ങോലിടാതെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ കൊണ്ടുപോകും. പക്ഷെ നേരെ തിരിച്ചൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ ഒരു പുരുഷനായിരുന്നെങ്കിൽ അവിടെ വിലങ്ങ അടിച്ച് ആ ഒരു രീതിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. പലരും പറയുന്നുണ്ട് ആ പുള്ളി എന്തിനാ പോയി ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ ആയിരിക്കത്തില്ല, ചിലർക്കത് താങ്ങാൻ പറ്റത്തില്ല. സീറ്റിലിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ആ സീറ്റിലിരുന്നോണ്ട് അതിക്കുമ്പോൾ കാണിച്ചതാണ്. അതിലല്ല, അങ്ങനെയുള്ള സംഭവമല്ല. ഏതൊരു സാധനവും നമ്മൾ പോസ്റ്റ് ചെയ്തതിന് മുന്നേ നമ്മൾ 2 വർഷത്തിൽ ശ്രദ്ധിക്കാം. ഷിംജിതയുടെ കേസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സെർച്ച് ഹിസ്റ്ററിയിലുള്ള ഒരു കേസാണ്. ഇപ്പൊ നമ്മുടെ കേരളം തന്നെ ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്ന ഒരു കേസ്. സോ നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് ആ ശിക്ഷ മതിയോ, അതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? സാധാരണ ഒരു ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിലാണ് ആണ് എന്നൊരു ഇതിൽ വരുമ്പം എന്താ ഒരു വേറൊരു ഇതായിട്ടാണ് കാണുന്നത്. ഇപ്പം നമുക്കൊരു പെണ്ണിനാണ് ഇത് അവസ്ഥ വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പെണ്ണാണ് ആത്മഹത്യ അല്ലെങ്കിൽ ഇത് വരികയാണെങ്കിൽ ആണിന് ഇപ്പോൾ അവർക്കായിരിക്കും കൂടുതലായിട്ട് ശിക്ഷ കിട്ടുക. ഇപ്പോൾ ഇവിടെ ഒരു ആണ് മരിച്ചുകൊണ്ടും പെണ്ണ് പോയി ഇപ്പം തന്നെ അല്ലേ കേസ് അവിടെ അറസ്റ്റ് ആയപ്പോൾ തന്നെ വിലങ്ങോലിടാതെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ കൊണ്ടുപോകും. പക്ഷെ നേരെ തിരിച്ചൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ ഒരു പുരുഷനായിരുന്നെങ്കിൽ അവിടെ വിലങ്ങ അടിച്ച് ആ ഒരു രീതിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ അതൊരു പ്രശ്നമുണ്ട് അവിടെ. എന്താ ഇപ്പം നഷ്ടപ്പെട്ടു, ജീവൻ പോയി, തിരിച്ചു കിട്ടത്തില്ല. പൈസ കൊടുത്ത് നമുക്കൊന്നും വാങ്ങാൻ പറ്റൂല, ജീവൻ കൊടുക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരന്റെ നിലനിർത്തം ആ ഒരു മരണത്തിലൂടെയാണ് സമൂഹത്തിൽ കൊണ്ടുവന്നത്. അപ്പം അതൊരു പ്രശ്നമാണ്. പക്ഷെ ഇപ്പൊ വേറൊരു പ്രശ്നം കണ്ടായിരുന്നോ, ബസ്സിൽ പോകുന്ന സമയത്ത് ബോയ്സ് ഇങ്ങനെ കാർബോർഡ് കൊണ്ടുപോകണം, മുള്ളു കൊണ്ടുപോകണം, അത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് വിചാരിക്കും, ഇപ്പൊ എനിക്ക് തന്നെ ഒരു പേടിയാണ്. എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ട്. അപ്പം ഞാനും ആലോചിച്ചത് ഇങ്ങനെ. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരു കേസ് പോലെ തന്നെ പെൺകുട്ടികൾക്കെതിരെ ഭയങ്കര ആക്രമണം നടക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ചെയ്തപ്പോ എന്തായിരിക്കും വെച്ചാൽ നമ്മൾ നാളെ തൊട്ട് ബസ്സിൽ കയറണ്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ? കാരണം നമ്മളെല്ലാം ജോലിക്ക് വന്നവരാണ്, ബസ് യൂസ് ചെയ്യണം. അപ്പം ആ ഒരു പെൺകുട്ടി ചെയ്ത തെറ്റ്, ഇപ്പൊ ആണുങ്ങളിലും തെറ്റ് ചെയ്യുന്ന 2 പേരും തെറ്റ് ചെയ്യുന്നത് മനുഷ്യന്മാരാണ് തെറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ജെൻഡർ എങ്ങനെ എടുത്ത് കാണിക്കണം? പക്ഷെ പെണ്ണ് തെറ്റിയത് ആണ് തെറ്റിയത് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയണോ? എന്റെ ഒരു ഇതിൽ തോന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെൺകുട്ടികൾ ഈ ക്രൈം ചെയ്ത പോലെ തന്നെ ഇതുപോലെ വേറൊരാൾ ചെയ്തു ഇതിന് മുന്നേ. എന്താ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരു കുട്ടിയും ചെയ്ത് ആ കുട്ടിയും ചെയ്ത് അതും ദോഷകരമായിരുന്നു. പക്ഷെ ഇതേപോലെ തന്നെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസം പല കേസും വരുന്നുണ്ട് പെൺകുട്ടികൾക്കെതിരെയും. പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പെണ്ണോ ആണെന്നുള്ളതല്ല, ഒരു മനുഷ്യന്മാർക്ക് വയ്യാത്ത കുറെ ആൾക്കാർ ചെയ്ത് കൂട്ടുന്നതാണ്. ഇപ്പം എന്താ പറയാ, കാരണം മാക്സിമം ഇങ്ങനെയുള്ളവരെ നമുക്ക് ഒഴിവാക്കിയിടാം. കാരണം എന്താ ഇപ്പൊ പബ്ലിക് ആയിട്ടുള്ള പ്ലേസിൽ നമുക്ക് എന്താ റീച്ചിന് വേണ്ടി ഇപ്പം അതിനെ നല്ലതായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഇതുപോലെ ചീത്തയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം മാക്സിമം നമുക്ക് നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ബസ്സിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അറിയാം. കണ്ടക്ടർ അറിയിക്കണം. ഇപ്പൊ ഷിംജിത എന്ന് പറഞ്ഞ വ്യക്തി കാരണം ഒരാൾ മരിച്ചത് അറിഞ്ഞായിരുന്നില്ലേ? ഇപ്പൊ ആ ഷിംജിത എന്ന് പറഞ്ഞ വ്യക്തി കാരണം ഒരാൾ മരിച്ചു. ഇപ്പൊ ആളെ ഇന്നലെയാണ് പിടികൂടിയത്. അപ്പൊ ആൾക്ക് എന്താ 10 വർഷമായിരിക്കും തടവ്. അതായിരിക്കും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന, കറക്റ്റ് ആയിട്ട് ആയിട്ടില്ല. അപ്പൊ അയാൾക്ക് അത് മതിയോ? കാരണം ഒരാൾ മരിച്ചുപോയി. അപ്പൊ ഇത് കുറവായിട്ട് തോന്നുന്നുണ്ട്. ആണ്. അപ്പൊ ഇനി ഇതുപോലെ കൊണ്ടാവുമെന്ന് എന്തായാലും അല്ല, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഇപ്പൊ വേറൊരു പ്രശ്നം, ട്രോളന്മാരെല്ലാം കൂടെ ഇനി വരുമ്പോ ബസ്സിൽ കയറുമ്പോ പെൺകുട്ടികൾ അടുത്തിരിക്കുന്ന സമയത്ത് ബേസ് ബോർഡ് വെച്ചിട്ടിരിക്കണം അങ്ങനെ പറയുന്നില്ലേ? അതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ? ആണ്. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എല്ലാരും ഒരേ കണ്ണിലാണ് ഇപ്പൊ അവര് കാണുന്നത്. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ് ഇപ്പൊ. റീച്ചിന് വേണ്ടിയിട്ട് അതാണ് തോന്നിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ യാത്രക്കാര് പിന്നെ ബസ്സിൽ കൂടുതൽ യാത്രക്കാരുള്ളപ്പം നമ്മൾ ചിലപ്പോൾ ശാരീരികമായി തട്ടിയും മുട്ടുകയും ചെയ്യും. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആവണമെന്നില്ല. അത് ഈ ദീപക് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തത് അല്ല എന്നാണ്
നമ്മുടെ വിശ്വാസം. തിരക്കുള്ള ബസ്സാണല്ലോ. ഒരു സീറ്റിലിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആ സീറ്റിലിരുന്നുകൊണ്ട് അതിക്രമം കാണിച്ചതാണ്. എന്നാൽ ഇതല്ല, അങ്ങനെയുള്ള സംഭവം അല്ല. അതുകൊണ്ട് നാളെ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന ശിക്ഷ കൊടുക്കണം. നടപടികൾ പിന്നെ പോലീസിന്റെയും മറ്റു അധികാരിയിൽ നിന്നും ഉണ്ടാണെന്നാണ് ഒരു ജീവനക്കാരൻ എൻ്റെ അഭിപ്രായം. ശരി, താങ്ക് യു. ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേനും അതിൽ ബാക്കിലോട്ട് നല്ലതുപോലെ സ്പേസ് ഉണ്ട്. അപ്പം ആ ഒരു ലേഡിക്ക് കുറച്ചും കൂടെ ബാക്കിലോട്ട് മാറി നിൽക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ സോൺ അല്ലാത്ത സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണോ അവിടെ തന്നെ നിൽക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പം ഞാനൊരു ലേഡിയാണ്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ ഞാൻ പ്രതികരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ളടത്ത് പറയുക, അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യും. നമ്മളതെടുത്ത് റീൽസായിട്ട് ഇടുമ്പോഴത്തേനും ആ ഒരു ഇപ്പം പലരും പറയുന്നുണ്ട് ആ പുള്ളി എന്തിനാ പോയി ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ ആയിരിക്കത്തില്ല, ചിലർക്കത് താങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോഴത്തേനും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാതെ നമ്മൾ അതിൻ്റെ ഒരു സഡൻ ആക്ഷൻ പിന്നീടല്ല സഡൻ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഷിംജിത് സത്യം പറഞ്ഞാൽ 10 വർഷത്തെ തടവാണ് ആളുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് മതിയോ? കാരണം ഒരാൾ മരിച്ചു, ഒരു കുട്ടി അല്ല, ഇതിപ്പം ഒരാൾ പോയി, ഒരു ജീവൻ പോയി. ഇനിയിപ്പം ഇനി അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവാതിരിക്കുക, റിപ്പീറ്റേഷൻ ഉണ്ടാവാതിരിക്കുക. അതിനൊരു കടുത്ത ശിക്ഷ കൊടുക്കണ്ടേ? കാരണം അതായത് റിപ്പീറ്റേഷൻ പാടില്ല, ആ ഒരു നിയമ നടപടി വരിക. ഇപ്പൊ ബസ്സിൽ ഇങ്ങനെ കണ്ടത് തെർമോകോൾ വെച്ചിട്ട് പോണം, അത് മൊത്തം ട്രോള് കാണുന്നുണ്ട്. പക്ഷെ അത് ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ബസ്സിൽ ഇനി പോവില്ല, നമുക്ക് പേടിയില്ല. അങ്ങനെയില്ല, ഇപ്പം അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ഞാനും ബസ്സിൽ വരുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ പയ്യന്മാര് പറയുന്നത് ബോയ്സ് പറയുന്നത് ഇനി പോവില്ല, ലോൺ എടുത്ത് വണ്ടി വാങ്ങിക്കാമോ, ലോൺ എടുത്തൊരു വണ്ടി വാങ്ങിക്കണം, അതിലേ പോവുള്ളൂ, ബസ്സിൽ കയറില്ല. അല്ല, അതൊന്നും ഒരിക്കലും പോസിബിൾ ആവില്ലല്ലോ, എല്ലാവർക്കും പോസിബിൾ ആവില്ലല്ലോ. ഇപ്പൊ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധനവും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 2 വർഷം ചിന്തിക്കുക. നമ്മുടെ സൈഡും ഓപ്പോസിറ്റ് അത് ഓരോരാൾക്ക് അത് എങ്ങനെ ഹേർട്ടാവും, ആ ഒരു പോർഷനും കൂടെ ചിന്തിക്കുക. ആത്മഹത്യ ചെയ്ത മനുഷ്യൻ ആ കുട്ടിയെ നോക്കുന്ന പോലും കണ്ടോന്ന് പോലും സംശയമാണ്. ബാഗ് ലിഫ്റ്റ് ചെയ്യായിരുന്നു ആളുടെ കയ്യിൽ ചിലപ്പോൾ ബാഗ് ലിഫ്റ്റ് ചെയ്തായിരിക്കാം. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഒരു സൈഡ് വന്നിട്ട് ഇത് 2 സൈഡും ഷോൾഡർ ബേസ് ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ഈ പുള്ളിക്കാരത്തെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രീതിക്ക് സ്മൈൽ ചെയ്താ എടുക്കുന്നത്. നമ്മളാണെങ്കിൽ നെർവസ് ആവും. അങ്ങനെ ഒരു സംഭവം. അതുപോലെ വീഡിയോ സ്ലോ മോഷൻ ആയിരുന്നു, ഇങ്ങനെ ആക്കിയ കൈയായിരുന്നു, പക്ഷെ അവരിങ്ങനെ സ്ലോ മോഷൻ ചെയ്തതാണ് ഇത്രയും പ്രശ്നം. പിന്നെ പോയിട്ട് എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ ആക്കി ഇട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഇനി അത് റിപ്പീറ്റേഷൻ പാടില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ബസ്സിലൊരു മോശം അഭിപ്രായം വന്ന് അപ്പൊ തുറന്ന് പറയണമായിരുന്നു, അപ്പൊ റിയാക്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയണമായിരുന്നു. അത് അയാളും അവരും മാത്രം അറിയേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു. അതിനെ വീഡിയോ എടുത്ത് ഇത്ര സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ഇപ്പൊ റീൽസ് ചെയ്യണ കാരണം കുറെ പെൺപിള്ളേർ ഇങ്ങനെയാണ്. ഇപ്പൊ എല്ലാരും വണ്ടി കയറും ബേസ് ബോർഡ് നടുക്ക് വെക്കണം, ഉള്ളു കൊണ്ടുപോകണം, പെണ്ണുങ്ങളെ സൂക്ഷിക്കണം, ബസ്സിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പെണ്ണുങ്ങളില്ലാത്ത വന്നോണ്ടല്ലേ എന്റെ വീട്ടിൽ നിന്ന് ചേട്ടന്മാരൊക്കെ ബസ്സിൽ പോകുന്നൊക്കെയാണ്. പക്ഷെ ഇതേ കാര്യം പറയട്ടെ, ഇതേപോലെയാണ് പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. എന്താ പറയുക, നമ്മളിങ്ങനെ പറയുന്നുണ്ട്, റോഡിൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, റോഡിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി തെറ്റിയെന്ന് പറഞ്ഞാൽ നാട്ടിൽ കിടക്കുന്ന എല്ലാരും മോശക്കാരാൻ പറ്റുമോ? എല്ലാരും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് പിന്നെ അവരതിനെ വെച്ചിട്ട് ഓരോ വീഡിയോ ട്രോൾ, അതിപ്പോ എന്തായിരുന്നാലും ഇപ്പൊ നല്ല ഒരു കണ്ടന്റ് ആയിരുന്നാലും മോശമായിരുന്നാലും അതിന് കുറെ നാളിങ്ങനെ പോകും. അതിനെന്താ പറയാനാണ്?